ലോ പോയിന്റിന്റെ പഴയൊരു വീഡിയോയിൽ വഖഫ് ആക്ട് 1995 എന്താണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ചേർക്കുന്നുണ്ട്. എന്താണ് ആ പഴയ ആക്ടും പുതിയ അമെൻമെന്റ് ബില്ലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. പഴയ വഖഫ് ആക്ടിൽ നിന്ന് പുതിയ വഖഫ് ആക്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ടൈറ്റിലിൽ, അതായത് പേരിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയ വഖഫ് ആക്ട് എന്നുള്ളത് മാറ്റി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് മാറ്റി. അതുപോലെ തന്നെ 4 പുതിയ ഡെഫിനിഷൻസ് കൂടെ ഈ പുതിയ അമെൻമെന്റ് ബില്ലിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 പ്രധാനപ്പെട്ടത് ആഖാ ഖാനി വഖഫ്, ബൊഹ്റ വഖഫ്. ഇങ്ങനെ 2 ഈ ആഖാ ഖാനി ബൊഹ്റ എന്ന് പറയുന്ന സമൂഹത്തിന്റെ പേരുള്ള വഖഫ് കൂടെ ഈ വഖഫിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് സർക്കാർ ആസ്തികൾ, പിന്നെ വഖഫ് മാനേജ്മെന്റിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, അതുപോലെ ഈ വഖഫ് മാനേജ്മെന്റുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് പോർട്ടലുകളും ഡാറ്റാബേസും, ഇങ്ങനെ കുറച്ച് പുതിയ ഡെഫിനിഷൻസ് കൂടെ പുതിയ വഖഫ് ബില്ലിൽ വന്നിട്ടുണ്ട്.